ഈ ആനുകൂല്യങ്ങളും കൈപ്പറ്റി തലയെണ്ണം തേക്കാൻ പാർട്ടി പരിപാടികൾക്ക് പോകുന്നവരാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഉളുപ്പ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. അതിനേക്കാൾ നെറുകെട്ട പ്രവൃത്തി നടത്തിയ എല്ലാവർക്കും കുട കൊടുക്കുന്നു, ഇനി ഉമ്മയും കൂടി കൊടുത്തോ എന്നറിയില്ല എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാല് കുലംകുത്തികൾ അവരിപ്പോ ഈ അധികമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യം സ്വീകരിക്കുമോ? ആടിയുലയാത്ത കപ്പലിലെ ആവശ്യങ്ങൾ പറയാൻ മന്ത്രിമന്ദിരത്തിൽ വരണ്ട, ഓഫീസ് സമയത്ത് ഓഫീസിൽ വന്നാൽ മതി എന്ന് ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന ആരോഗ്യമന്ത്രി. നമസ്കാരം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള കേരളത്തിലെ ഒരേ ഒരു BJP MP വാക്ക് പാലിച്ചു എന്നുള്ളതാണ്. സത്യത്തില് ഇന്ത്യയിലെ 10 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾക്ക് ഗുണം ലഭിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും കേരളത്തിൽ അത് സുരേഷ് ഗോപിയുടെ ക്രെഡിറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന തൊഴിലാളി വർഗം ഈ അടുത്ത കാലത്ത് സമരത്തിനിറങ്ങി എന്നുള്ളതിന്റെ പേരില് കേരള സർക്കാരിന്റെയും തൊഴിലാളി വർഗം എന്നറിയപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെയും പരിഹാസങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാത്രീഭൂതരായിട്ടുള്ള ഒരു വിഭാഗം. കേരള സംസ്ഥാനത്തിലെ ദിവസവേതനം എന്ന് പറയുന്നത് 735 രൂപ എന്നാണെന്നിരിക്കെ ദേശീയ ദിവസവേതന ശരാശരി 371 രൂപ എന്നാണെന്നുമിരിക്കെ ദിവസവേതനവും ഓണറേറിയവും ഉൾപ്പെടെ വെറും 232 രൂപ മാത്രം ദിവസവേതനം ലഭിക്കുന്ന കേരളത്തിലെ ഒരു വിഭാഗം ആശാവർക്കർമാര്. അവർക്കാണ് BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ വിവിധ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഇനി ഈ വിഷയം സംസാരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. അതായത് UDF മന്ത്രിസഭാ കാലത്ത് ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട എളമരം കരീം ഇപ്പോ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ പരിഹസിച്ചത് കേന്ദ്രത്തിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആടിയുലയാത്ത കപ്പലിലെ ആവശ്യങ്ങൾ പറയാൻ മന്ത്രിമന്ദിരത്തിൽ വരണ്ട, ഓഫീസ് സമയത്ത് ഓഫീസിൽ വന്നാൽ മതി എന്ന് ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശാവർക്കർമാരെ കബളിപ്പിച്ചതും അതിനേക്കാൾ നെറുകെട്ട പ്രവൃത്തി നടത്തിയ CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിനെയും, കാരണം ഗോപിനാഥൻ പറഞ്ഞത് സുരേഷ് ഗോപി എല്ലാവർക്കും കുട കൊടുക്കുന്നു, ഇനി ഉമ്മയും കൂടി കൊടുത്തോ എന്നറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാൻ ഇറങ്ങിയ വനിതകൾ ആത്മാഭിമാനത്തിന് വരെ ക്ഷതം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇപ്പോ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ആശാവർക്കർമാര് വേതനം കൂട്ടി ചോദിച്ചപ്പോ കേരള സർക്കാർ പറഞ്ഞത് കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ ഞങ്ങളും വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. എങ്കിൽ ഇപ്പോതാ കേന്ദ്ര സർക്കാർ ആശാവർക്കർമാർക്ക് നൽകുന്ന ഇൻസെന്റീവ് 2000-ൽ നിന്ന് 3500 ആക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. 10 വർഷത്തിന് മുകളിൽ സേവനമനുഷ്ഠിച്ച് പിരിഞ്ഞു പോകുന്നവർക്ക് നൽകുന്ന ആനുകൂല്യം 20,000-ൽ നിന്ന് 50,000 രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു. പിന്നെ അധിക ജോലിക്ക് വേറെയും ചില വർധനവുകൾ വരുത്തിയിട്ടുണ്ട്. ഇനി ബോൾ കേരള സർക്കാരിന്റെ കോർട്ടിലാണ്. അന്ന് സുരേഷ് ഗോപി ആശാവർക്കർമാർക്ക് സമരപ്പന്തലിലെത്തി വിവരം കേന്ദ്രത്തെ ധരിപ്പിക്കാം എന്ന് വാക്ക് കൊടുത്തപ്പോ പരിഹസിച്ചവരാണ് കേരളത്തിലെ UDF-ഉം LDF-ഉം എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേന്ദ്രം ഒരു തീരുമാനമെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് സാമ്പത്തിക ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അത് ഇന്ത്യ ഒട്ടാകെയാണ് നടപ്പിലാക്കേണ്ടത്. ആ സാഹചര്യത്തില് വലിയ സാമ്പത്തിക ബാധ്യത കേന്ദ്രത്തിന് വരുത്തി വെക്കുന്ന ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിന് 100 വട്ടം ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കാലതാമസം എടുക്കുകയും ചെയ്യും എന്നുള്ളത് പോലും മനസ്സിലാക്കാതെ സുരേഷ് ഗോപിയെ പരിഹസിച്ചവർക്ക് ഇപ്പോ എന്താണ് പറയാനുള്ളത് എന്നുകൂടി അറിയുവാനുള്ള ആഗ്രഹം ജനങ്ങൾക്കുണ്ടാവും. മാത്രമല്ല, കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ കേരളവും വർദ്ധിപ്പിക്കാം എന്ന വാക്ക് കേരള സർക്കാർ പാലിക്കുമോ എന്നുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ തന്നെ LDF സർക്കാർ ഇത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം അവരുടെ പ്രകടന പത്രികയിൽ തന്നെ ദിവസവേതനം 700 രൂപയാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആശാവർക്കർമാരുടെ കൂടി വോട്ട് നേടി അധികാരത്തിൽ എത്തിയിരിക്കുന്നത്. 18 വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു വിഭാഗത്തെ വളർത്തിയെടുക്കുമ്പോൾ അതിന്റെ ബാധ്യത പൂർണ്ണമായും സംസ്ഥാന സർക്കാരുകൾക്കായിരിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സംവിധാനം രൂപീകരിച്ചത് എന്നുള്ളത് കൂടി നമ്മൾ മറക്കാൻ പാടില്ല. മാത്രമല്ല, ആശാവർക്കർമാര് തന്നെ പറയുന്നുണ്ട്, കേന്ദ്രം നൽകുന്ന ജോലികൾ മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്, കേരളം സമയാസമയങ്ങളിൽ നൽകുന്ന നിരവധി അധിക ഡ്യൂട്ടികളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ വേതനം വർദ്ധിപ്പിച്ച് നൽകാതെ സമരം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് ഇന്നത്തെ അവരുടെ നിലപാട് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വിസ്മരിക്കാൻ പാടില്ലാത്ത മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. അതായത് CPM-ന്റെ അടിമകളായ ആശാവർക്കർമാരിലെ സമരത്തിൽ പങ്കെടുക്കാത്ത ഭൂരിപക്ഷം വരുന്ന പിണറായി വിജയന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാല് സമരം നടത്തുന്നവർക്കിടയിലെ കുലംകുത്തികൾ. അവരിപ്പോ ഈ അധികമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യം സ്വീകരിക്കുമോ അതോ തിരസ്കരിക്കുമോ? ഉത്തരം പറയണം.
എല്ലാവരെയും ഉദ്ദേശിച്ചല്ലാട്ടോ പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവര് ക്ഷമിക്കണം, പക്ഷെ പറയാതെ പറ്റില്ല. അതായത് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സർക്കാർ ഖജനാവുകളിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റി തലയെണ്ണം തികയ്ക്കാൻ വേണ്ടി ചില തൊഴിലുറപ്പുകാരെ പോലെ, ചില കുടുംബശ്രീകളെ പോലെ പാർട്ടി പരിപാടികൾക്ക് പോകുന്നവരാണല്ലോ നിങ്ങളും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഉളുപ്പ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല എന്നറിയാം. എന്നാലും ചോദിച്ചു എന്ന് മാത്രം. കേന്ദ്രം നൽകുന്നത് വേണ്ടെന്ന് വെക്കോ?